ഇതിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചേ, അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പരസ്യമൊന്നുമല്ല കേട്ടോ, ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റവ് 13 വർഷമായിരുന്നേ. അതങ്ങ് ഗ്യാസ് അധികം നിൽക്കത്തില്ല. അങ്ങനെ അടുപ്പേലത് പാത്രങ്ങൾ വെച്ചാൽ അത് നേരെ ഇരിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടത് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വാങ്ങിയത് പ്രീതിയുടെ ബ്ലൂ ഫ്ലെയിം ബർണർ ഗ്യാസ് സ്റ്റൗവാണ് വാങ്ങിയത്. നല്ലതാണ്. അതിൻ്റെ ടോപ്പ് ഗ്ലാസ്സാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ നേരത്തെ സ്റ്റൗവും ഗ്ലാസ്സായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. അത് ഇത്രയും വർഷം ഉപയോഗിച്ചിട്ട് അതിന് വേറെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലൂ ഫ്ലെയിം ബർണർ, അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗ്യാസ് സേവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാമേ. അപ്പോൾ അതിൻ്റെ നോബിൻ്റെ പ്രത്യേകത, നോബ് കുറച്ചുകൂടെ വലുതാണ്. അപ്പം പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിയും. വലിപ്പമുണ്ട്, പഴയ ഗ്യാസ് സ്റ്റൗവിനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പമുണ്ട്. അതിൻ്റെ ബർണർ തമ്മിലും അകലമുണ്ട്. അപ്പം അതുപോലെ അതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞാൽ വലിപ്പമുണ്ട്. സ്റ്റൗവിന് നല്ല വലിപ്പമാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേകത എന്തുവാണ്, അതിൻ്റെ ഗ്യാസ് സേവിൻ്റെയൊക്കെ ഞാൻ വീട്ടിൽ പറയാവുന്നതാണ്. ഇപ്പോൾ ബ്ലൂ ഫ്ലെയിം ബർണറാണ് ഒരു പ്രത്യേകത, പിന്നെ നോബിൻ്റെ പ്രത്യേകത. അങ്ങനെ പ്രീതിയുടെ ബ്ലൂ ഫ്ലെയിം സ്പാർക്കിൾ ഗ്യാസ് സ്റ്റൗവാണ് നമ്മൾ വാങ്ങിയത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും വാങ്ങാമല്ലോ. അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു സ്റ്റൗവാണ്. അപ്പം ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം.